ആറാട്ടണ്ണന് ഈ സ്ത്രീകളോടുള്ള കാഴ്ചപ്പാട് എങ്ങനെയാണ്? സ്ത്രീകൾ കാഴ്ചപ്പാടാൽ സ്ത്രീകൾ നല്ലവരും ഉണ്ട്, മോശക്കാരും ഉണ്ട്. നല്ലവർ നല്ല രീതിയിൽ കാണുക, മോശക്കാർ മോശം രീതിയിൽ കാണുക. പിന്നെന്താണ് വേറെന്താ, എനിക്ക് മാത്രം ഉണ്ട്, 2 സിസ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ സിസ്റ്റേഴ്സ് കേസാണെങ്കിൽ അവരെല്ലാം അതിൻ്റെ 10 നാൾ ബന്ധമൊന്നും എനിക്കില്ല. അവർ രണ്ടുപേരും ഇപ്പോൾ ചെറുപ്പത്തിൽ എൻ്റെ അടുത്ത് നടന്ന ആൾക്കാരാണ്. പക്ഷേ ഇപ്പോൾ അത്ര ടേംസിലല്ല. ഇപ്പോൾ അമ്മയെ നോക്കണേ ഞാൻ മാത്രമാണ്. ഫാദർ മരിച്ചുപോയി. പെണ്ണുങ്ങൾ തന്നെ അവർ കുറ്റപ്പെട്ട കാര്യമില്ല. അവർ ആണെങ്കിൽ പണ്ടുപോലെ ഇങ്ങനെ അടിച്ചമർത്തി ഇങ്ങനെ വീട്ടിനകത്ത് കയറ്റിയിരിക്കണമുണ്ട്. അവർക്ക് പെട്ടെന്ന് കാശ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഫെയിം കിട്ടുമ്പോൾ അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാനൊരു പക്വതയില്ല. അതാണെങ്കിൽ കാരണമാണ്. ആ ഒരു പക്വതയിലേയും എൻ്റെ സിസ്റ്റേഴ്സിനെയും കണ്ടു. കാരണം അവർ പണം ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ അവർക്ക് മക്കളുണ്ടായ ശേഷം പിന്നെ ബന്ധങ്ങൾ മോശമായി ഞാനായിട്ട്. കഴിഞ്ഞ എൻ്റെ രണ്ടാം സിസ്റ്ററിൽ കഴിഞ്ഞ ഒരു 20 വർഷമായിട്ട് എന്നെ മാനസികമായിട്ട് ഇങ്ങനെ ബുള്ളി ചെയ്യുകയാണ്. ഇങ്ങനെ മാനസിക പീഡനം, അല്ലെങ്കിൽ ഇപ്പോൾ ആണുങ്ങൾ പെണ്ണുങ്ങളെ ശാരീരിക പീഡനം അർത്ഥം പറയും, ലൈംഗിക പീഡനം അർത്ഥം പറയും. പക്ഷേ പെണ്ണുങ്ങൾ മിക്കപ്പോഴും ആണുങ്ങൾ ചെയ്യുന്ന മാനസിക പീഡനമാണ്. അങ്ങനെ കഴിഞ്ഞ 20 വർഷമായി മാനസിക പീഡനം ഇരയായ ആളാണ് ഞാൻ. പക്ഷേ ആരോട് പറയണ അപ്പോൾ അമ്മയെ നോക്കുന്ന റെസ്പോൺസിബിലിറ്റി എൻ്റെ മാത്രമായി. ഇപ്പോൾ അരുന്ധതിയുടെ അമ്മ കൊണ്ടുവന്ന നിയമമാണ്. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് വിൽപ്പത്രം എഴുതിയിട്ടില്ലെങ്കിൽ സ്വത്ത് ആൺമക്കൾക്ക് പെൺമക്കൾക്ക് ഈക്വലാണ്. പക്ഷേ നോക്കേണ്ട റെസ്പോൺസിബിലിറ്റി പോയി ആൺമക്കൾക്കുമാണ്. അപ്പോൾ ആണുങ്ങൾ മട്ടന്മാരല്ല, അതായത് റെസ്പോൺസിബിലിറ്റി പോയി ആണുങ്ങൾക്കും റൈറ്റ്സ് പോയാൻ വരുമ്പോൾ എല്ലാവർക്കും ഈക്വലും. അതെന്ത് നിയമമാണ് മനസ്സിലാവില്ലെങ്കിൽ ലോജിക്കില്ലാത്ത പല നിയമങ്ങളും ഇവിടെ ഉണ്ടാവുന്നുണ്ട് നാട്ടിൽ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 3 നേരം നോക്കേണ്ടതാണ്. എനിക്ക് വേണമെങ്കിൽ അമ്മ ഇട്ടിട്ട് പോകാൻ, ബാക്കി 2 പേര് ചെയ്യുന്നതുകൊണ്ട് ഞാനൊരു മത്സരത്തിൻ്റെ പേരിൽ ചെയ്യുന്നില്ല. ഇപ്പോഴത്തെ പെണ്ണുങ്ങളെ വിശ്വസിക്കാൻ പറ്റില്ല. നമുക്കൊരു ബാഡ് ടൈം വരുമ്പോൾ അവരുണ്ടാവില്ല, നമുക്കൊരു കഷ്ടകാലം വരുമ്പോൾ അവരുണ്ടാവില്ല. അത് ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ അങ്ങനെയാണ്. പണ്ടല്ല നല്ല സ്വഭാവമുള്ള പെണ്ണുങ്ങളുടെ അങ്ങനെ. പക്ഷേ ഇപ്പോൾ ഡിവോഴ്സ് റേറ്റ് വളരെ കൂടുതലാണ്. ക്രിസ്ത്യൻ ഫാമിലീസിൽ എല്ലായിടത്തും ഡിവോഴ്സ് റേറ്റ് കൂടുതലാണ്. കാരണം ഇപ്പോൾ 1-2 പിള്ളേരൊക്കെ ഉള്ളൂ ഫാമിലിയിൽ. അവർക്ക് ഇതൊന്നും, അത് മാത്രമല്ല ഇവർക്ക് വിദ്യാഭ്യാസം ഉണ്ട്, ജോലി ഉണ്ടായതുകൊണ്ട് ഇവർക്ക് ആരും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. ഇൻഡിപെൻഡൻ്റ് ആണ്, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഇവർക്ക് ആർക്കും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. പണ്ടത്തെ പെണ്ണുങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ അനുഭവിക്കുന്നില്ല. എന്തെങ്കിലും പ്രശ്നം അപ്പോൾ തന്നെ ഡിവോഴ്സാണ്. ഡിവോഴ്സൊക്കെ ആണെങ്കിൽ ഫോറിൻ കൺട്രീസിലെല്ലാം പെണ്ണ് ആർക്കാണ് കൂടുതൽ വരുമാനം അവരുടെയാണ് കൊടുക്കേണ്ടത്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ആണുങ്ങൾ കൊടുക്കണം. വല്ലാത്ത അവസ്ഥയാണ് ഇവിടുത്തെ ആണുങ്ങളുടെ അവസ്ഥ. ദയനീയമാണ്. ഇവിടെ ആണുങ്ങൾക്ക് ലൈംഗികമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെന്ന് സ്വയംഭോഗം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം പ്രശ്നമാണ്. എല്ലാവരും കഴിച്ച പ്രശ്നമാണ്, ഗേൾ ഫ്രണ്ട് വീട്ടിൽ വെച്ച പ്രശ്നമാണ്, കള്ളവടിക്ക് പോയ പ്രശ്നമാണ്, എല്ലാം പ്രശ്നമാണ്.